ഹലോ. NIOS +2 വിദ്യാർത്ഥികളുടെ ഹോം സയൻസിലെ ചാപ്റ്റർ 4 നമുക്ക് ഫുഡിനെ കുറിച്ചും അതുപോലെ തന്നെ ഹെൽത്തിനെ കുറിച്ചും അതുപോലെ പോഷണത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ, പോഷണത്തിനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണ്. ന്യൂട്രീഷൻ ആൻഡ് ന്യൂട്രീഷൻസ് രണ്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് പോഷണവും ഒന്ന് പോഷകാഹാരവുമാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ന്യൂട്രീഷൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്, പെട്ടെന്ന് സെയിം പോലെ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ന്യൂട്രീഷനെ കുറിച്ചും ന്യൂട്രീഷൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ന്യൂട്രീഷൻ എന്താണെന്നുള്ളത് നോക്കാം. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പോഷണമാണ്. പോഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ഭക്ഷണം സ്വീകരിക്കുകയും അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ന്യൂട്രീഷൻ എന്ന് പറയുന്നത് പ്രക്രിയയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം എത്തുകയും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ശരീരത്തിൽ ചെല്ലുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിന് ആ പ്രക്രിയക്ക് കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ. അപ്പൊ കഴിക്കുന്നു ആൻഡ് ഈ ഭക്ഷണം ദഹിക്കുന്നു, അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. കഴിക്കുന്നു, ദഹിക്കുന്നു, ദെൻ സ്വീകരിക്കുന്നു, കൈമാറ്റപ്പെടുന്നു, ഉപയുക്തമാക്കുന്നു. ഇതാണ് ഈ പോഷണം നടക്കുന്നതിന്റെ പ്രക്രിയ എന്ന് പറയുന്നത്. കഴിക്കുന്നു, ദഹിക്കുന്നു, സ്വീകരിക്കുന്നു, കൈമാറ്റപ്പെടുന്നു, ഉപയുക്തമാക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ന്യൂട്രീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പോഷകാഹാരം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഈ ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പോഷകാഹാരം എന്ന് പറയുന്നത് രാസപദാർത്ഥങ്ങളാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് പുഷ്ടിപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന രാസപദാർത്ഥങ്ങളെയാണ് നമ്മൾ ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ പോഷകാഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. മാക്രോ ന്യൂട്രീഷൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രീഷൻസും ഉണ്ട്. ബൃഹത്തായ പോഷകാഹാരങ്ങളും സൂക്ഷ്മമായ പോഷകാഹാരങ്ങളും, ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ന്യൂട്രീഷൻസിനെ തരംതിരിക്കാനായിട്ട് പറ്റും. ഇനി മാക്രോ ആൻഡ് മൈക്രോ, ഈ രണ്ട് ന്യൂട്രീഷൻസ് തമ്മിൽ എന്താണ് വ്യത്യാസം, എന്താണ് അതൊക്കെ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് മാക്രോ ന്യൂട്രീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൃഹത്തായ പോഷകാഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ കൊഴുപ്പ്, എണ്ണ, ഇതൊക്കെ ഈ മാക്രോ ന്യൂട്രീഷൻസിൽ പെടുന്ന കാര്യങ്ങളാണ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആക്കുന്ന അല്ലെങ്കിൽ ഊർജത്തിന്റെ ഒരു ഉറവിടമായിട്ടാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീനിൽ വരുന്ന കാര്യങ്ങളാണ് മത്സ്യം, ഇതൊക്കെ. അപ്പൊ ഈ മത്സ്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് ലഭിക്കുന്ന ഒരു ഉറവിടമാണ് മത്സ്യം. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ പല പല ഭക്ഷണ എന്താണ്. അപ്പൊ ആദ്യമേ നമുക്ക് മാക്രോ ന്യൂട്രീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബൃഹത്തായ പോഷകാഹാരങ്ങൾ, അതിൽ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്, കൊഴുപ്പ് വരുന്നുണ്ട്, എണ്ണ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മാക്രോ ന്യൂട്രീഷൻസിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ എനർജറ്റിക് ആക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്ന, ഊർജത്തിന്റെ ഒരു ഉറവിടമായിട്ട് കണക്കാക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ്സ് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അടുത്തൊരു കാര്യമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്ന് പറയുന്നത് മാംസ്യം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഇതൊക്കെ പ്രോട്ടീൻ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പ്രോട്ടീൻ ആണ് ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആക്കുന്നത്. അപ്പൊ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാംസ്യം, ഓഫ് കോഴ്സ് മാംസ്യമുണ്ട്, മത്സ്യമുണ്ട്, അതുപോലെ തന്നെ പാല് വരുന്നുണ്ട്, മറ്റ് പാൽ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്, നിലക്കടല വരുന്നുണ്ട്, പയറുവർഗ്ഗങ്ങൾ വരുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മുടെ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്ന ഫുഡുകളാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. ഓക്കെ, അടുത്ത വരുന്ന മാക്രോ ന്യൂട്രീഷൻസ് ആണ് കൊഴുപ്പും അതുപോലെ തന്നെ എണ്ണയും. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള മാക്രോ ന്യൂട്രീഷൻസ് ആണ്. ഇതിൻ്റെ ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളുടെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കാൻ, അതുപോലെ നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കാനൊക്കെ ഇത്തരത്തിലുള്ള മാക്രോ ന്യൂട്രീഷൻസ് അവൈലബിൾ ആണ്, അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഈ കൊഴുപ്പും എണ്ണയും അടങ്ങിയിട്ടുള്ള മാക്രോ ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് വെണ്ണ, നെയ്യ്, എണ്ണക്കുരുക്കള്, മാംസം, മീന്, മുട്ട,
മുട്ട, പാല്, ഇതിലൊക്കെ ഈ കൊഴുപ്പും എണ്ണയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. ഈ ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കൂടിയാലും പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് എണ്ണ ഉപയോഗിക്കരുത്, കൊഴുപ്പ് പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാവാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഡയറ്റ്സിൽ, നമ്മുടെ ഫുഡിന്റെ മെനുവിൽ ഈക്വൽ ആയിട്ട് എല്ലാ പോർഷനും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വേണം കഴിക്കാനായിട്ട്. ഒന്നും അമിതമായിട്ട് കഴിക്കരുത്, നമ്മുടെ ശരീരത്തിന് അത് ബാധിക്കും. എല്ലാ ന്യൂട്രീഷൻസും, കാർബോഹൈഡ്രേറ്റ്സ് ആയാലും പ്രോട്ടീൻ ആയാലും കൊഴുപ്പായാലും എല്ലാം നമ്മൾ ഈക്വൽ ആയിട്ട് കഴിക്കേണ്ട ന്യൂട്രീഷൻസ് ആണ്. പിന്നെ രണ്ടാമത് വരുന്നത് മൈക്രോ ന്യൂട്രീഷൻസ് ആണ്. ഇതിൽ ധാതുക്കളും വൈറ്റമിൻസും ആണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഈ രണ്ടെണ്ണമാണ് വരുന്നുള്ളൂ. ധാതുക്കൾ മീൻസ് മിനറൽസ്, ഇതാണ് പ്രധാനമായിട്ട് വരുന്നത്. ഈ മൈക്രോ ന്യൂട്രീഷൻസിന് പ്രധാനമായിട്ടും 2 ടൈപ്പിൽ തരംതിരിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്നവയും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ലയിക്കുന്നവയും ഉണ്ട്. ഇപ്പം ഈ കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് പറയുന്നത്, അതായത് ഫാറ്റ് സോൾവബിൾ എന്ന് പറയുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ A, D, E, K എന്നീ വിറ്റാമിനുകളൊക്കെയാണ്. വെള്ളത്തിൽ ലയിക്കാത്ത, കൊഴുപ്പിൽ മാത്രം ലയിക്കുന്ന വിറ്റാമിനുകൾ എന്ന് പറയുന്നത് ഇതാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വാട്ടർ സോൾവബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എന്ന് പറയുന്നത് ബിയും സിയും ആണ് കേട്ടോ. അപ്പം ഇത് രണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ വൈറ്റമിൻസിന്റെ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിക്കുന്നതിന്റെയും കൊഴുപ്പിൽ ലയിക്കുന്നതിന്റെയും ഒക്കെ പ്രത്യേകത രണ്ടും രണ്ടാണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ടത്. ന്യൂട്രീഷനും ന്യൂട്രീഷൻസും ഇത് രണ്ടും രണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് ഏതൊക്കെയാണ് ന്യൂട്രീഷൻസ് 2 തരത്തിൽ തരംതിരിക്കുന്നുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ. ഇത് രണ്ടിലും ഏതൊക്കെയാണ് പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മൈക്രോ ന്യൂട്രീഷൻസിൽ കൊഴുപ്പിൽ ലയിക്കുന്നവയും വെള്ളത്തിൽ ലയിക്കുന്നവയും രണ്ടെണ്ണം ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നൊരു പ്രക്രിയയാണ്, ഒന്ന് പോഷകാഹാരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ന്യൂട്രീഷൻ ഒരു പ്രക്രിയയാണ്, ന്യൂട്രീഷൻസ് എന്ന് പറയുന്നത് പോഷകാഹാരമാണ്. ഇത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം.